വയനാട് കല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മന്ത്രി OR കേളുവിനെ പ്രതിഷേധക്കാർ റോഡിൽ തടഞ്ഞു. തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ? കഴിഞ്ഞ 3.5 മണിക്കൂറത്തെ നീണ്ട പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് മന്ത്രി OR കേളുവിൻ്റെ നേതൃത്വത്തിൽ അല്പനേരം മുൻപാണ് സർവകക്ഷി യോഗം അവസാനിച്ചത്. ഈ ഒരു സർവകക്ഷി യോഗത്തിൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം ഉന്നയിച്ചിരുന്നത് രാജുവിൻ്റെ കുടുംബത്തിന് വേണ്ട ധനസഹായം, അതുപോലെ തന്നെ ധനസഹായവും കുടുംബത്തിന് നല്ലൊരു ജോലിയുമായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ സർവകക്ഷി യോഗത്തിന് ശേഷം തീരുമാനം വന്നിരിക്കുകയാണ്. അതായത് രാജുവിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസത്തിനനുസരിച്ച് കുട്ടികൾക്ക് ജോലി നൽകുകയും അതുപോലെ തന്നെ രാജുവിൻ്റെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും കൂടാതെ തന്നെ ഈ രാജുവിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കൃത്യമായി നിർമ്മിച്ച് നൽകുകയും കൂടാതെ 11 ലക്ഷം രൂപയാണ്, ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ ഒരു 50 ലക്ഷത്തിന് പകരം 11 ലക്ഷം രൂപ അടിയന്തരമായി നൽകും, ബാക്കി തുക ശുപാർശ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ രാജുവിൻ്റെ സഹോദരന് വേണ്ട പെൻഷൻ തുക നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ സംസാരിക്കുമെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫെൻസിങ് ക്രമീകരിക്കും, അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു പ്രതിഷേധത്തിന് ശേഷം രാജുവിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് കലൂരിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പൊതുദർശനത്തിന് മാറ്റിയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാരം നടക്കും. ഇന്ന് വൈകിട്ടോടു കൂടി സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജുവിനെ കാട്ടാന ആക്രമിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയുള്ള ആക്രമണത്തിൽ സുൽത്താൻ ബത്തേരിയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തുടർന്ന് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് രാജു മരണത്തിന് കീഴടങ്ങുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരെ വലിയ അനാസ്ഥയാണ് ഈ ഒരു വിഷയത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പോലും കനത്ത നാശനഷ്ടം സംഭവിച്ചിരുന്നതായും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങൾ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്നും മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നാട്ടുകാരുടെ ആവശ്യപ്രകാരം 50 ലക്ഷം രൂപയാണ് രാജുവിൻ്റെ കുടുംബത്തിന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഒരു 50 ലക്ഷത്തിന് പകരം ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് 11 ലക്ഷം രൂപ അടിയന്തരമായി നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാജുവിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കും, വിദ്യാഭ്യാസത്തിനനുസരിച്ച് കുട്ടികളിൽ ഒരാൾക്ക് ജോലി നൽകും, വീട് അനുവദിച്ച് നൽകും, 11 ലക്ഷം രൂപ അടിയന്തരമായി സഹായം നൽകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ ബിജുവിന് പെൻഷൻ നൽകാനും തീരുമാനമായിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിന.